നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്, കുറേ നാളുകളായി ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് CISFനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാധാരണ നാട്ടുകാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്, ഇവർ ചെയ്യുന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന്. കയ്യിൽ അധികാരമുണ്ടെന്ന് കരുതി, കയ്യിൽ തോക്കുണ്ടെന്ന് കരുതി സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറാമെന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ്, അത് വെറും ഒരു പൊള്ളയായ സ്വപ്നമാണെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ഈ CISF പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഇൻസ്പെക്ടർമാരുടെ കൊടും ക്രൂരത കൊണ്ട് ഐവിനെന്ന ഒരു ചെറുപ്പക്കാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് കടന്നു വരും. ഇനിയും ഇത് നടത്തിയ ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വലിയൊരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ കടന്നു വന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിൽ തന്നെ അതിർത്തി കാക്കേണ്ട നമ്മുടെ സ്വത്തിനും ജീവനും ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്വത്തിനും ജീവനും അടക്കം നമുക്ക് സംരക്ഷണം തരേണ്ട ഒരു സേനയായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സേനയായ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഈ സേനയുടെ ഉദ്യോഗസ്ഥർ വർഷങ്ങളായിക്കൊണ്ട് ഈ എയർപോർട്ട് വന്ന കാലം മുതൽ തന്നെ ഇവിടുത്തെ ആളുകളുടെ സ്വൈര്യ വിഹാരത്തിൽ വരെയും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്കറിയാം. വളരെ അഹങ്കാരത്തോടു കൂടി ഞങ്ങൾ കേന്ദ്ര സേനയാണ്, ഞങ്ങളെ ആർക്ക് തൊടാൻ കഴിയുമെന്ന വലിയ ധിക്കാരത്തോടും ഹുങ്കോടും കൂടിയാണ് ഇവർ കടന്നുപോയത്. ഈ കടന്നുപോകുന്ന ഭാഗമായിക്കൊണ്ട് ഇവിടുത്തെ ആളുകൾ വലിയ സമരത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തിന് ജോലിയെടുത്ത് കുടുംബത്തിലേക്ക് കടന്നു പോകേണ്ട ചെറുപ്പക്കാരൻ അച്ഛനും അമ്മയോടും യാത്ര പറഞ്ഞ് ജോലി സ്ഥലത്തേക്ക് കടന്നു വന്ന ആ ചെറുപ്പക്കാരനെ വഴിമധ്യേ തങ്ങൾ കാണിച്ച തെറ്റ് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മേത്തേക്ക് വണ്ടി കയറ്റി ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടാണ് ഈ CISFിലെ 2 ഉദ്യോഗസ്ഥർ, അതും വെറും ഉദ്യോഗസ്ഥർ മാത്രമല്ല, നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഒരു ഇൻസ്പെക്ടറുണ്ട്, അതുപോലെ റൈറ്റിംഗ് ചാർജുള്ള ഒരു കോൺസ്റ്റബിൾ അടക്കമുള്ള ആളുകൾ, വളരെ ഉത്തരവാദിത്തപ്പെട്ട 2 പേരാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ ആ ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ വലിയ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം നടക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ചെറുപ്പക്കാരടക്കം യുദ്ധസമാനമായ സന്തരീക്ഷത്തിൽ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ മോശപ്പെട്ട ഒരു പ്രവർത്തനവുമായി കൊണ്ട് ഈ പറയപ്പെടുന്ന ആളുകൾ കടന്നുപോയത്. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് എന്ന വലിയ സമരവുമായി കടന്നു വന്നത്. ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് ഈ സമരം കൊണ്ട് മാത്രം ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ച് ഇതൊരു തുടക്കമാണ്.